സോ ഗായ്സ്, നമ്മൾ ഇന്ന് ട്രിപ്പ് പോവാണ് തട്ടേക്കാടിലേക്ക്. മാമലകണ്ടത്തിൻ്റെ അടുത്തുള്ള സ്പോട്ടാണ് തട്ടേക്കാട്. അപ്പോൾ ബുള്ളറ്റ് ഉണ്ട്. ബുള്ളറ്റ് ഇപ്പോൾ നമ്മൾ എടുക്കണില്ല. ഡ്യൂക്ക് സർവീസൊക്കെ കഴിഞ്ഞ് കണ്ടീഷനാക്കി വെച്ചേക്കാം. അപ്പോൾ അതിൽ പോവാം. അപ്പോൾ ഗായ്സ്, നമ്മൾ പാലിയേക്കര ടോളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കോതമംഗലം, എറണാകുളം കഴിഞ്ഞ് കോതമംഗലം എത്തിയിട്ട് കാണാം. സോ നമ്മൾ ഇപ്പോൾ നമ്മുടെ കോതമംഗലത്തിൽ നിന്ന് തട്ടേക്കാടിലേക്ക് ക്രോസ് ചെയ്യുന്ന ബ്രിഡ്ജുമാണുള്ളത്. ഈ പുഴയാണ് മറ്റേ പെരിയാറാണ്. പിന്നെ ഇവിടെ ഇതേപോലെ മറ്റേ ബോട്ടിങ്ങിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എന്തായാലും പോകണില്ല. നമുക്ക് നേരെ മറ്റേ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിക്ക് പോവാം. ഗായ്സ്, ഇവിടെ സിംഹാലങ്കുരങ്ങുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ രാജവമ്പാലയുണ്ട്. പിന്നെ മറ്റേ പെരുമ്പാമ്പുണ്ട്. പെരുമ്പാമ്പ് രണ്ടെണ്ണാണത്. പെരുമ്പാമ്പുണ്ട് ഇവിടെ. അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ നല്ലൊരു പോണ്ട് കണ്ടു. അപ്പോൾ ഇവിടെയും ബോട്ടിങ്ങിൻ്റെ സൗകര്യമുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ താഴെ ഇങ്ങനെ പഞ്ഞി പോലെ കണ്ടിട്ടാ. പഞ്ഞിനാണ്. അപ്പോൾ ഞാനിങ്ങനെ തട്ടൊക്കെ നോക്കി. പഞ്ഞിയാണ് സംഭവം. മരത്തിൽ നിന്ന് പറഞ്ഞ് പൂള അങ്ങനെ എന്താ പറയണത്. പിന്നെ അങ്ങനെ നടന്ന് വേറെ എൻട്രൻസിലേക്കാണ് ഇത് പോണ്. മറ്റേ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ എൻട്രൻസിലേക്കാണ് ഇപ്പോൾ കയറിപ്പോയി പോണ് നമ്മൾ. അത് കഴിഞ്ഞ് അങ്ങനെ നടന്ന് ലെഫ്റ്റ് സൈഡിലാണ് ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ഇത് പറഞ്ഞത്. അപ്പം അതിൻ്റെ എൻട്രൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. ഒരുപാട് എക്സ്പെക്റ്റേഷനോടെയാണ് ഉള്ളിലേക്കൊക്കെ പോണേ. കാണാൻ നല്ല അടിപൊളി രസമായിരുന്നു കേട്ടോ. അതായത് നല്ല ആംബിയൻസ് ആയിരുന്നു കാണാൻ. ഫുൾ പച്ചപ്പായിട്ട് വേറൊരു വൈബായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇങ്ങനെ നടന്ന് ബട്ടർഫ്ലൈ പാർക്കിൻ്റെ മ്യൂസിയം ഉണ്ട്. മ്യൂസിയത്തേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ആംബിയൻസ് ആട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ നല്ല ഫുൾ പച്ചപ്പായി ചെടികളായിട്ട് നല്ല അടിപൊളിയായിട്ട്. അവിടെ നിന്ന് അങ്ങനെ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാം. അപ്പോൾ ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ഓരോ പൂമ്പാറ്റകളുടെ ജീവിതത്തിൻ്റെ ഇങ്ങനെ ഓരോ സ്റ്റൈല് അതൊക്കെയാണ്. അങ്ങനത്തെ ഇൻഫോർമേഷൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ പുറത്ത് വന്നപ്പോൾ മറ്റേ പക്ഷികളുടെ ഇത് കണ്ടു. പക്ഷികളുടെ ഇൻഫോർമേഷൻസ് കണ്ടു. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഹാബിറ്റേറ്റാണത്, ഈ പക്ഷികളുടെ തന്നെ. പക്ഷെ അവിടെ രാവിലെ വന്നാലേ ഈ പറഞ്ഞോണം കാണാൻ പറ്റുള്ളൂ.